ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ തൻ്റെ ക്ലബ്ബായ റയലിനകത്ത് ഇപ്പോൾ അത്ര ഹാപ്പിയല്ല. പ്രത്യേകിച്ച് സാബി അലോൺസോയുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം അത്ര നല്ല രീതിയിൽ അല്ല പോകുന്നത്. നമുക്കറിയാം 2027 വിനീഷ്യസ് ജൂനിയറുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. ആ കരാർ പുതുക്കാൻ ഇതുവരെ വിനീഷ്യസ് തയ്യാറായിട്ടില്ല. അതിനർത്ഥം എത്രയും പെട്ടെന്ന് ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കിയില്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി റയലാണ് അനുഭവിക്കുക. കാരണം 2027 സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് വിനീഷ്യസ് പുറത്തു പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വിനി കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെങ്കിൽ വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ വിൽക്കാനുള്ള ആലോചനകൾ റയൽ മാഡ്രിഡ് ആരംഭിക്കും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഫിഷാജസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് യൂറോപ്യൻ കരുത്തരായ PSG അതുപോലെ തന്നെ ചെൽസി, ഈ രണ്ട് ക്ലബ്ബുകൾക്കും വിനീഷ്യസ് ജൂനിയറിൽ താല്പര്യമുണ്ട്. വരുന്ന സമ്മറിൽ ഒരുപക്ഷെ ചെൽസി ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും എന്നാണ് ഫിഷാജസ് കണ്ടെത്തിയിട്ടുള്ളത്. 150 മില്യൺ യൂറോയുടെ ഒരു വലിയ ഓഫർ നൽകാനും ചെൽസിക്ക് മടിയില്ല എന്നാണ് ഫിഷാജസ് കണ്ടെത്തിയിട്ടുള്ളത്. ചെൽസിയുടെ പ്ലാൻ എന്നുള്ളത് മുന്നേറ്റ നിരയിൽ ഒരു ബ്രസീലിയൻ കൂട്ടുകെട്ട് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ചെൽസിയുടെ വലത് വിങ്ങിൽ ഇപ്പോൾ എസ്റ്റവായോ വില്യൻ ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജാവോ പെഡ്രയുണ്ട്. ഇനിയിപ്പോൾ വിനിയെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബ്രസീലിയൻ മുന്നേറ്റ നിര നമുക്ക് ചെൽസിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ചെൽസിക്ക് ഇപ്പോൾ വിനിയിൽ താല്പര്യമുണ്ട് എന്ന ഒരു റൂമറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ PSG-ക്കും ഈ താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് ഫിഷാജസ് പറയുന്നത്. അതായത് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യാനാണ് PSG ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 2027 അദ്ദേഹത്തിന്റെ കരാർ അവശേഷിക്കുക. ലൂയിസ് എൻറിക്കെ ഇല്ലെങ്കിലാണ് വിനീഷ്യസ് ജൂനിയറെ PSG കൊണ്ടുവരിക എന്ന ഒരു കാര്യം കൂടി ഫിഷാജസ് പറയുന്നുണ്ട്. ഇവരുടെ മാനേജ്മെന്റിന് അഥവാ PSG-യുടെ മാനേജ്മെന്റിന് താല്പര്യമുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ. നേരത്തെ PSG ഈ താരത്തിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വിനി കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെങ്കിൽ റയൽ ഈ താരത്തെ കൈവിടാൻ തന്നെയാണ് സാധ്യത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.